ലീനിയർ ആൾജിബ്രയിലെ സെക്കൻഡ് മൊഡ്യൂള് നമുക്ക് 2 സെക്ഷനായിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ രണ്ടാമത്തെ സെക്ഷനാണ് ഓൺലൈനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ സെക്ഷൻ 6th ചാപ്റ്റർ എന്നാണ്. 6th ചാപ്റ്റർ ഇതാണ്, എലമെൻ്ററി കാനോണിക്കൽ ഫോംസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ജസ്റ്റ് എന്താണ് ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. Let V be a vector space over the field F. Let T be a linear operator on V. Suppose that there is a basis B equal to alpha 1, alpha 2, etc. alpha n for V such that the matrix of T relative to the ordered basis B is a diagonal matrix of the form D equal to C1, 0, etc. up to ഇങ്ങനെ ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഇത്രയും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കാം. അത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിനെ കുറിച്ച്, വെക്ടർ സ്പേസിലുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളിപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ശരിക്കും നമ്മൾ സിമിലർ മെട്രിക്സിൻ്റെ കൺസെപ്റ്റും പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മൾക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ആ മെട്രിക്സിനെ അല്ലെങ്കിൽ ആ ലീനിയർ ഓപ്പറേറ്ററിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് പറയാം, വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്. വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്. ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ആണ്. ഇനി ഈ ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്ന് പറയുന്നത് വിയുടെ ഒരു ഓർഡേർഡ് ബേസിസ് ആണ്. അപ്പോൾ ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിൻ്റെ മെട്രിക്സ് ആണ് ടി. ദ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഈ ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്കൊരു റിലേറ്റീവ് ടു ദ, അതായത് നമുക്ക് ടി എന്ന് പറയുന്ന മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ പറ്റും നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് ദ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി ഈക്വൽ ടു ഡി if and only if T alpha k equal to Ck alpha k for each k equal to 1 to etc. n. ഇങ്ങനെയാണ് നമ്മളുടെ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമ്മളെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? നമുക്ക് അറിയാം ലീനിയർ ഓപ്പറേറ്റർ ടി ഫ്രം വി ടു വി ആണെന്ന് അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഈ ടി ഓഫ് ആൽഫ 1നെ എങ്ങനെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടാവണം? C1 ആൽഫ 1ലേക്കായിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ടി ഓഫ് ആൽഫ 2നെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടാവുക C2 ആൽഫ 2യിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ എഴുതുന്നത് ശരിക്കും ഇങ്ങനെയാണ്, C1 alpha 1 plus 0 into alpha 2 plus എക്സെട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക 0 into alpha n. ഇതിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ C1 0 0 എക്സെട്ര അപ് ടു 0, അതുപോലെ തന്നെ അടുത്തത് 0 C2 എക്സെട്ര അപ് ടു 0. ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് അല്ലേ ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി എന്ന് പറയുന്ന ഡയഗണൽ ഫോമിലാണെങ്കിൽ നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? ടി ആൽഫ കെ ഈക്വൽ ടു CK ആൽഫ കെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്നതെല്ലാം. ഇനി നമ്മൾ പറയുന്നത് ഇഫ് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി ഈക്വൽ ടു ഡി ദെൻ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ദ റാങ്ക്, റേഞ്ച്, നള്ളിറ്റി ആൻഡ് നൾ സ്പേസ് ഓഫ് ടി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു നമുക്ക് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി എന്ന് പറയുന്നത് ഈ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഫോമാറ്റിലാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ശരിക്കും നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. റാങ്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. റാങ്ക് ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ റേഞ്ച് എന്താണെന്ന് പറയാൻ പറ്റും, നള്ളിറ്റി എന്താണെന്ന് പറയാൻ പറ്റും, നൾ സ്പേസ് എന്താണെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ എന്താണെന്നുള്ളതൊന്ന് റീകോൾ ചെയ്യാം. റാങ്ക് ഓഫ് ടി ഇസ് ദ നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് ഇൻ ദ ഡയഗണൽ ഓഫ് ഡി. ഓക്കെ, റാങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ആ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് ആണ്. അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഡയഗണൽ മെട്രിക്സ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് നോക്കിയാൽ മതി. അതായത് നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് ആണുള്ളത്. അപ്പം നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൽ ഡയഗണൽ എൻട്രീസ് നോൺ സീറോ ആണെന്ന് നോക്കിയാൽ പറയാം ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ എൻട്രീസ് ഇൻ ദ ഡയഗണൽ ഓഫ് ഡി. ഇനി റേഞ്ച് ഓഫ് ടി ഈസ് ദ സബ്സ്പേസ് ഓഫ് വി സ്പാൻഡ് ബൈ ദോസ് ആൽഫ കെ ഫോർ വിച്ച് CK നോട്ട് ഈക്വൽ ടു 0. ഇനി എന്താണ് നമ്മളുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ
നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഓഫ് ടി ഈസ് ദ സബ്സ്പേസ് ഓഫ് വി സ്പാൻഡ് ബൈ ദൂസ് ആൽഫ കെ ഫോർ വിച്ച് സി കെ നോട്ട് ഈക്വൽ ടു 0. അതായത് നമുക്ക് സി കെ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന ഡയഗണൽ എൻട്രീസ് 0 അല്ലാത്ത ആൽഫ കേസ് വെച്ച് സ്പാൻ ചെയ്യുന്ന ആ സബ്സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് ഓഫ് വി എന്ന് പറയുന്നത്, അല്ലേ? The nullity of T is the number of zero entries in the diagonal of D, and the null space of V is the subspace of V spanned by those alpha k for which Ck equal to 0. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്താണ്? ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സിൽ എത്ര സീറോ എലമെൻറ്റ്സ് വരുന്നുണ്ടോ അതാണ് നമ്മളുടെ നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത്. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്പേസ് ഓഫ് വി ആണ് സ്പാൻഡ് ബൈ ആൽഫ കെ ഫോർ വിച്ച് സി കെ ഈക്വൽ ടു 0. അതായത് സി കെ ആൽഫ കെ സി കെ ഈക്വൽ ടു 0 ആവുന്ന, അപ്പോൾ സി കെ 0 ആവുന്ന ആൽഫ കേസ് ഉണ്ടാവില്ലേ, ആ ആൽഫ കേസ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസിനെയാണ് നമ്മളെന്ന് പറയുന്നത് നൾ സ്പേസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ പറഞ്ഞേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദസ് ഇഫ് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി, we can answer many questions about T easily with the matrix of T relative to some ordered basis for V is a diagonal matrix. അതായത് നമുക്ക് ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് വിത്ത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടി എന്ന് പറയുന്ന മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നള്ളിറ്റി, റേഞ്ച്, അതുപോലെ റാങ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്താൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഡയഗണൽ എൻട്രീസിൻ്റെ ഒരു ഡയഗണൽ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഉപകാരങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മളൊന്ന് റീകോൾ ചെയ്തു എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു കേട്ടോ. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്താ നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനാണ് 6.2 ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. Characteristic values. നമുക്ക് എന്താ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിസിൽ നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. Let V be a vector space and let T be a linear operator on V. A characteristic value of T is a scalar C in F such that there is a non-zero vector alpha in V with T alpha equal to C alpha. V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. T എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്കെലാറാണ് ഇൻ എഫിലെ സച്ച് ദാറ്റ് ഒരു നോൺ സീറോ വെക്റ്റർ, അവിടെ ഒരു നോൺ സീറോ വെക്റ്റർ ആൽഫ ഇൻ വി, അതിനെ എങ്ങനെ മാപ്പ് ചെയ്യണം? നമുക്ക് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് മാപ്പ് ചെയ്യണം. ആ ഒരു സി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ഉണ്ട്. ടി ഫ്രം വി ടു വി എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഇനി എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കെലാർ സി ഇൻ എഫ് സച്ച് ദാറ്റ് എങ്ങനെ മാപ്പ് ചെയ്യണം? ദർ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്റ്റർ. അങ്ങനെ ഈ സി ഇൻ എഫ്, ഈ സ്കെലാറിനെ നമ്മൾ ഈ സി എന്ന് പറയുന്ന ഒരു സ്കെലാറിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയുകയാണെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്റ്റർ ആൽഫ, ഇഫ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്റ്റർ ആൽഫ ഇൻ സി, ആൽഫ ഇൻ വി സച്ച് ദാറ്റ് നമുക്ക് എങ്ങനെയാവണം? ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്നുണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് എഫ് ആണ്. ടി എന്ന് പറയുന്നത് വിയിലുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. നമ്മൾ ഒരു സ്കെലാർ സി ഇൻ എഫിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയണമെങ്കിൽ
അവിടെ എന്തുണ്ടാവണം, ഒരു നോൺ സീറോ വെക്റ്റർ ആൽഫ ഇൻ വി ഉണ്ടാവണം, സച്ച് ദാറ്റ് അതിൻ്റെ ഇമേജ് എന്തായിരിക്കണം, ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറഞ്ഞ് മാപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സി ഇസ് സെറ്റ് ടു ബി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഒരു നോട്ട് പോലെ, ഇഫ് സി ഇസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി, ദെൻ എനി ആൽഫ such that T alpha equal to C alpha is called a characteristic vector of T associated with the characteristic value C. ഇനി C എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആയിട്ടുള്ള ആൽഫകളെല്ലാം ഇല്ലേ, അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ ആൽഫേനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ ഓഫ് ടി അസോസിയേറ്റഡ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സി. ഓക്കെ, നമ്മളിത് ശരിക്കും ഏഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത്, അതായത് സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ്. നമ്മൾ പറയണത് സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ, സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പം ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആവുന്ന ആൽഫകളില്ലേ, ഈ ആൽഫ എന്ന് പറയുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ. ഓക്കെ, സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ എനി വെക്റ്റർ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ is called a characteristic vector of T associated with the characteristic value C. അതായത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാണ്, ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ ആണ് ഈ ആൽഫ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോട്ട് എന്താ പറയുന്നത് നോക്കാം. രണ്ടാമത്തേത് പറയുന്നത് ദ കളക്ഷൻ ഓഫ് all alpha such that T alpha equal to C alpha is called the characteristic space associated with the C. അതായത് നമുക്കിങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു, സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആയിട്ടുള്ള ആൽഫകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് അതിനെ ആ ആൽഫ ദ സെറ്റ് ഓഫ് ഓൾ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ്, ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്നാ പറഞ്ഞേ, ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് ഓഫ് ടി അസോസിയേറ്റഡ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്താന്ന് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ എന്താന്ന് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ നല്ല ഡെപ്തിൽ മനസ്സിലാക്കണം കേട്ടോ, എന്താണെന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് സ്പേസ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ നോക്കാം. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫൻ കോൾഡ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്, ലാറ്റന്റ് റൂട്ട്സ്, എഗൺ വാല്യൂസ്, പ്രോപ്പർ വാല്യൂസ് ഓർ സ്പെക്ട്രൽ വാല്യൂസ്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിൻ്റെ മറ്റു പേരുകളാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയും, ലാറ്റന്റ് റൂട്ട്സ് എന്ന് പറയും, ഏഗൺ വാല്യൂസ് എന്ന് പറയും, പ്രോപ്പർ വാല്യൂസ് എന്ന് പറയും, ഓർ സ്പെക്ട്രൽ വാല്യൂസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ കാര്യത്തിൽ ഓൾറെഡി നിങ്ങൾ ഏഗൺ വാല്യൂസ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ എടുത്തിട്ടാണ്. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ പറയുക, മെട്രിക്സിലും പറയാൻ പറ്റൂ കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലീനിയർ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്കൊരു റിമാർക്ക് നോക്കാം. റിമാർക്ക് പറയുന്നതാണ്, ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി. ഓക്കെ, ലെറ്റ് സി ബി എ സ്കെലാർ. Let C be a scalar. Then നമ്മൾ എടുക്കുകയാണ് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്നെടുത്തു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ശരിക്കും, ഇതിനെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ മൈനസ് സി ആൽഫ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് നമുക്ക് ടി മൈനസ് സി ഐ എന്ന് കൊടുക്കാമല്ലോ. ഇതിനെ ആൽഫേനെ ഞാൻ ഔട്ട്സൈഡ് എടുക്കുകയാണ്, സി ഐ ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം.
നമുക്കറിയാം ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, ഐ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ടി മൈനസ് സി ഐ എന്ന് പറയുന്നതും ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി മൈനസ് സി ഐ ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഇതെന്താ സാധനം? ഇതെവിടെയോ പരിചയമില്ലേ? സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി മൈനസ് സി ഐ ഓഫ്, അതായത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നൾ സ്പേസ് ഓഫ് ആരാണ്? ദിസ് ലീനിയർ ഓപ്പറേറ്റർ അല്ലെ, നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ. അപ്പോൾ ശരിക്കും നമുക്ക് എന്തെന്ന് പറയാം? ഇതിനെ അതായത് ഈ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറയുന്ന ആൾ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഇത് എന്ത് സബ്സ്പേസ് ആണ്? നൾ സ്പേസ് ഓഫ് ദ ലീനിയർ ഓപ്പറേറ്റർ ടി മൈനസ് സി ഐ. അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ഞാൻ ഇവിടെ തന്നെ എഴുതിയേ ഉള്ളൂ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. ദെൻ സെറ്റ് ഓഫ് ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ഈസ് എ സബ്സ്പേസ് ഓഫ് വി ആണ് എന്ന് പറഞ്ഞു. ഇത് എന്ത് സബ്സ്പേസ് ആണെന്നും കൂടെ പറയണം. ദിസ് ഈസ് ആക്ച്വലി ഇതാരാണ്? ആക്ച്വലി ദ നൾ സ്പേസ് ഓഫ് the linear operator ആരുടെ ലീനിയർ ഓപ്പറേറ്റർ? ടി മൈനസ് സി ഐ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു, സി എന്ന് പറയുന്ന സ്കെലാർ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്, അതായത് ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറയുന്ന സബ്സ്പേസ് ആരാണ്? ഇറ്റ് ഈസ് ദ നൾ സ്പേസ് ഓഫ് ദ ലീനിയർ ഓപ്പറേറ്റർ ടി മൈനസ് സി ഐ. ഓക്കെ, നമ്മൾ പറയുന്ന ഒരു ചെറിയ റിമാർക്കിൻ്റെ ബാക്കിയും കൂടെ പറയാം. ശരിക്കും നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ആൽഫ ഇൻ ബി സച്ച് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നൾ സ്പേസ് ഓഫ് ദ ലീനിയർ ഓപ്പറേറ്റർ ടി മൈനസ് സി ഐ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അതായത് ടി മൈനസ് സി ഐ എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിൻ്റെ നൾ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം, the scalar c is a characteristic value of t if and only if the subspace is different from zero space. അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിക്കുക, സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ് എങ്കിൽ ആ സബ്സ്പേസിൽ എന്തുണ്ടാവും? ഒരു നോൺ സീറോ ആൽഫ ഉണ്ടാവും അല്ലേ? നമുക്ക് എന്താ പറഞ്ഞത്? സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ there is a non-zero alpha in V such that എന്താണ്? ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആയിട്ട് ഒരു ആൽഫയെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പം നമ്മളുടെ ഈ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആൽഫ സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറയുന്ന ഈ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാരാവില്ല? ഇതൊരു സീറോ സ്പേസ് ആവില്ല. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ സീറോ സ്പേസ്. അതായത് നമുക്ക് പറയാം നള്ളിറ്റി ഓഫ് ടി മൈനസ് സി ഐയിൽ എന്തുണ്ടാവില്ല? ഇറ്റ് ഈസ് നോട്ട് എ സീറോ സ്പേസ് എന്ന് പറയാം. എപ്പോൾ സി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ അങ്ങനെയാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും നള്ളിറ്റി എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. നൾ സ്പേസ് എന്ന് പറയുന്നത് സീറോ സ്പേസ് അല്ല എങ്കിൽ എന്താ? അത് സിംഗുലർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ എന്താ? എൻ ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ഇംപ്ലീസ് ആൽഫ ഈക്വൽ ടു 0. ഇവിടെ എന്താ? ഒരു നോൺ സീറോ ആൽഫ ഉണ്ട് അങ്ങനെയില്ല. അപ്പോൾ അതെന്താവില്ല? നോൺ സിംഗുലർ ആവില്ല. എന്താകും അപ്പോൾ? സിംഗുലർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം അതെന്താവില്ല? 1 ആവില്ല. കാരണം ടി മൈനസ് സി ഐയുടെ നൾ സ്പേസിൽ എലമെൻറ്റ്സ് ഉണ്ട്, അതൊരു സീറോ സ്പേസ് അല്ല. അതുകൊണ്ട് തന്നെ ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇറ്റ് ഈസ് നോട്ട് 1. ഓക്കെ, ഇഫ് വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് T minus Ci is not 1 if and only if T minus Ci is invertible. V എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതുപോലെ T minus Ci എന്ന് പറയുന്നത് 1 അല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം T minus Ci എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആവില്ല, അത് സിംഗുലർ ആവും, അത് 1 ആവില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ T minus Ci എന്ന് പറയുന്നത് എന്താവില്ല? ഇൻവേർട്ടിബിൾ ആവില്ല. T minus Ci എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ T minus Ci എന്ന് പറയുന്നത് 1 അല്ല.
1 അല്ല എന്ന് പറയുന്നതിൻ്റെ മീനിങ് ടി മൈനസ് സി ഐ എന്ന് പറയുന്നതിൻ്റെ നൾ സ്പേസിൽ ഒരു എലമെൻറ്റിനേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്, ഒരു നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, നമുക്കിതിനെ ഒരു തിയറമായിട്ട് പറയാം. ഇത്രയും പറഞ്ഞ ഒരു റിസൾട്ടിനെ നമുക്കൊരു തിയറായിട്ട് പറയാം. ഈ റിമാർക്കിനെ നമുക്ക് തിയറമായിട്ട് പറയാം. ആ തിയറം ഞാൻ എഴുതാം. എനിക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, പക്ഷേ സമയക്കുറവ് മൂലം എനിക്കിത് ചെയ്തേ മതിയാവൂ. അതുകൊണ്ടാണ്. തിയറം നമ്പർ 1 ആണ് നമ്മൾ ഈ സെക്ഷനിൽ ആദ്യത്തെ തിയറാണ് പറയുന്നത്. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി. ലെറ്റ് വി ബി എ finite dimensional vector space over F and T be a linear operator on V and T be a linear operator on V if C is a scalar, if C is a scalar, the following are equivalent. Following are equivalent. ഓക്കെ, ഒന്നാമത്തത് പറയുന്നത് ഫസ്റ്റ് വൺ, C is a characteristic value of T. C is a characteristic value of T. രണ്ടാമത്തെ പറയുന്നത് T minus Ci is singular. T minus Ci is singular. അതായത് നമുക്ക് പറയാം ദാറ്റ് ഈസ് സിംഗുലർ ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? T നോട്ട് ഇൻവേർട്ടബിൾ. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി നിങ്ങൾ, നോട്ട് ഇൻവേർട്ടബിൾ. ഓക്കെ, മൂന്നാമത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് T minus Ci equal to 0. ഓക്കെ, പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പ്രൂഫാണ്. പ്രൂഫ് ഇക്വലൻറ്റ് കണ്ടീഷൻസ് ആണെന്നല്ലേ പറയുന്നത്. നമ്മൾ പ്രൂഫ് നമുക്കൊന്നും കൂടെ വായിക്കാം. എന്താണ്? വി എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ടി എന്ന് പറയുന്നൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. സി എന്ന് പറയുന്നത് സ്കെലാർ ആണ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതെല്ലാം ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി. ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ടി മൈനസ് സി ഐ ഈക്വൽ ടു 0. സിമ്പിളാണ്, ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ 1 implies 2, 2 implies 3 എന്ന് പ്രൂവ് ചെയ്യുന്നത്. 1 implies and implied by 2 എന്ന് പ്രൂവ് ചെയ്യും കേട്ടോ. 1 if and only if 2, 2 if and only if 3 എന്ന് പ്രൂവ് ചെയ്യും. അപ്പം മൊത്തമായില്ലേ. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത്, എനിക്ക് പേനൊരു സുഖമില്ല, നമുക്ക് ആദ്യം 1 implies and implied by 2. ഓക്കെ, ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് അസ്യൂം ചെയ്യണം? അസ്യൂം 1 അല്ലേ. അസ്യൂം 1 എന്താണ്? C is a characteristic value of T. Value of T. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈ ഡെഫിനിഷൻ we say that there exists a non-zero alpha in V such that there exists a non-zero alpha in V such that T alpha equal to C alpha. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ അല്ല, 1 അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഇവിടുന്ന് ഒന്നും കൂടെ നമുക്ക് വൃത്തിക്ക് എഴുതാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് non-zero alpha in V such that T minus Ci into alpha equal to 0. ഇങ്ങനെ എഴുതാമല്ലോ, എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താ? ടി മൈനസ് സി ഐ ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ ഒരു ആൽഫയുടെ എക്സിസ്റ്റൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താ? നമുക്ക് പറയാം ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് 1 അല്ല. ദാറ്റ് ഈസ് ടി മൈനസ് സി ഐ ഈസ് നോട്ട് 1 അല്ല എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് സിംഗുലർ ആണെന്നാണ് അല്ലേ.
ഇവിടെ നമുക്ക് പറയാം ടി മൈനസ് സി ഐ ഈസ് നോട്ട് 1 1. നോട്ട് 1 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നൾ സ്പേസിൽ നോൺ സീറോ എലമെൻ്റ് ഉണ്ട്. സോ അതെന്താവില്ല? 1 1 ആവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 2 implies 1. ഓക്കെ ഓക്കെ 2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1 അല്ല, നമ്മളതല്ലേ ഇപ്പോൾ പ്രൂവ് ചെയ്തത്. 1 അല്ല 3. ഓക്കെ നമ്മളിവിടുത്തെ അസംഷൻ എന്താ? ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ അല്ല എന്ന് അസ്യൂം ചെയ്യണം അല്ലേ. അസ്യൂം ദാറ്റ് ഈസ് ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. കറണ്ട് പോയി ഇവിടെ, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, കണ്ണ് കാണുന്നില്ല. ടി മൈനസ് സി ഐ ഇൻവേർട്ടിബിൾ അല്ല എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ടി മൈനസ് സി ഐ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ ആ ലീനിയർ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു മെട്രിക്സ് ഉണ്ടാവും. ആ മെട്രിക്സ് എന്താവില്ല? ഇൻവേർട്ടിബിൾ ആവില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ തൊട്ട് മുമ്പുള്ള മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞതാണ്, തൊട്ട് മുമ്പുള്ള സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? നമുക്ക് പറയാം the matrix of which is if and only if matrix of t minus ci is not invertible. ഓക്കെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഡിറ്റർമിനൻ്റ് ഓഫ് ടി മൈനസ്. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ഓഫ് ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താവും? 0 ആവും എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് ഡിറ്റർമിനൻ്റ് ഓഫ് ടി മൈനസ് സി ഐ ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2 എന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ 2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 3 എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് മൂന്നും ഈക്വലൻ്റ് കണ്ടീഷൻ ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് സെക്ഷനിൽ പറയാനുള്ളത്. ബാക്കിയുള്ളത് അടുത്ത സെക്ഷനിൽ പറയാം. ഓക്കെ.